നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പുതുക്കിയ ഫോർമാറ്റിലുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? രണ്ടാമത്തെ മാച്ച് ഡേയിൽ തന്നെ വമ്പൻ അട്ടിമറികൾ നമ്മൾ കണ്ടില്ല. ഇത് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആണ്. യൂസിൽ റിട്ടേൺ ഇല്ല, കിട്ടിയത് കയ്യിൽ വെക്കുക, അത് മാത്രമേ മാർഗമുള്ളൂ. ഇത്തവണ റയലിനെ തോൽപ്പിക്കുന്ന ലില്ലി OSC, അത്ലറ്റിക്കോ മാഡ്രിഡിനെ തകർക്കുന്ന ബെൻഫിക്ക, ബയേണിനെ തോൽപ്പിക്കുന്ന ആസ്റ്റൺ വില്ല. സോ സംതിങ് ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ മാച്ച് ഡേ 2 അവസാനിച്ചിരിക്കുകയാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ച് ഡേ 2 റിസൾട്ടുകൾ നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കാം. സാൽസ്ബർഗിനെ ബ്രസ്റ്റ് 4-0 തോൽപ്പിച്ചത്. അതും തീർച്ചയായിട്ടും സംതിങ് ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. VfB സ്റ്റുട്ട്ഗർട്ടും സ്പാർട്ട പ്രാഹയും തമ്മിലുള്ള കളി 1-1 സമനിലയെങ്കിൽ സെൽറ്റിക്കിനെതിരെ ഗോൾ വർഷം നടത്തി 7-up കുടിപ്പിച്ചു നമ്മൾ പറയാറില്ല. അതാണ് ഡോട്ട്മുണ്ട് ചെയ്തത്. കാരണം ഗോളടി മേളം നടത്തുക എന്നുള്ളത് ഇത്തവണ ടേബിളിൽ തലപ്പത്ത് നിൽക്കാൻ വളരെ പ്രധാനമാണ്. 7-1 വിജയം ഡോട്ട്മുണ്ട് നേടിയപ്പോൾ PSVയും സ്പോർട്ടിങ്ങും തമ്മിലുള്ള മത്സരം 1-1 സമനില. സ്ലാവൻ ബ്രാറ്റിസ്ലാവയും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ നടന്ന കളി 4-0 സിറ്റി ബുദ്ധിമുട്ടുകളില്ലാതെ ജയിച്ച് കയറിയെങ്കിൽ യങ് ബോയ്സിനെ 5-0 FC ബാഴ്സലോണ തോൽപ്പിച്ച് കളഞ്ഞത്. ലെവർക്യൂസനും മിലാനും തമ്മിലുള്ള മത്സരം 1 ഗോളിന് ലെവർക്യൂസൻ വിജയിച്ചപ്പോൾ ഇൻ്ററും റെഡ് സ്റ്റാർ ബെൽഗ്രേഡും തമ്മിലുള്ള മത്സരം ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് ഇൻ്റർ മിലാൻ വിജയിച്ചു. ആഴ്സണൽ PSG മത്സരം 2-0 ആഴ്സണൽ വിജയിച്ചപ്പോൾ ഷാക്തർ ഡൊണസ്കിനെ അറ്റ്ലാന്റ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തോൽപ്പിക്കുകയും ചെയ്തു. സോ ഇതൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ തന്നെ. ജിറോണ ഫെനൂർദ് മത്സരം 3-2 ഫെനൂർദാണ് വിജയിച്ചതെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ബെൻഫിക്ക ഭിത്തിയിലൊട്ടിച്ചു. 4-0 ജയം അത്ലറ്റിക്കോ മാഡ്രിഡിന് മേൽ ബെൻഫിക്ക നേടി. ലിവർപൂൾ ബൊളോഞ്ഞയ്ക്കെതിരെ 2-0 ജയിച്ചപ്പോൾ ലീപ്സിഗും യുവൻറ്റസും തമ്മിലൊരു കിടിലൻ പോരാണ് നടന്നത്. 3-2 ഒടുവിൽ യുവൻറ്റസ് ജയിച്ചു കയറി. ലില്ലി OSC റയൽ മാഡ്രിഡിനിട്ട് പണി കൊടുത്തു. 1-0 ലില്ലി OSC വിജയിച്ചപ്പോൾ SK സ്റ്റാം ഗ്രാസും ക്ലബ് ബ്രൂഗയും തമ്മിലുള്ള മത്സരം 1-0 ബ്രൂഗെ വിജയിക്കുകയാണ് ചെയ്തത്. ആസ്റ്റൺ വില്ല എമിലിയാനോ മാർട്ടിനസിൻ്റെ കിടിലൻ സേവുകളുടെ സഹായത്തോടുകൂടി ബയൺ മ്യൂണിക്കിന് ഏകപക്ഷീയമായ 1 ഗോളിനെ തീർത്ത് കളഞ്ഞപ്പോൾ ഡൈനാമോ സഗ്രബും മൊണാക്കയും തമ്മിലുള്ള മത്സരം 2-2 സമനിലയിലാണ് അവസാനിച്ചത്. അപ്പോൾ 2 റൗണ്ട് കഴിയുമ്പോൾ എന്താ സ്ഥിതി? 36 ടീമുകളുള്ള ഒറ്റ ലീഗായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു ടീം 35 ടീമുകളോട് കളിക്കുന്നില്ല, 8 ടീമുകളോടെ കളിക്കുന്നുള്ളൂ. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ കിട്ടുന്ന കളികൾ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാലിടറി പോകും. ആദ്യത്തെ 8 സ്ഥാനങ്ങളിലുള്ളവർക്ക് മാത്രമേ നേരിട്ട് റൗണ്ട് ഓഫ് 16 യോഗ്യതയുള്ളൂ. പിന്നെ 9 മുതൽ 24 വരെ സ്ഥാനമുള്ളവർക്ക് ഒരു പ്ലേ ഓഫ് കളിച്ചിട്ട് വേണം റൗണ്ട് ഓഫ് 16 എത്താൻ. സോ ടോപ്പ് 8 എപ്പോഴും നിൽക്കുക എന്നുള്ളത് എല്ലാ ടീമുകളും പരമപ്രധാനമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ വമ്പന്മാർക്ക് കാലിട്ടിരുന്നതും കുഞ്ഞന്മാരെന്ന് പലരും വിശേഷിപ്പിക്കുന്നവർ മുന്നോട്ട് കയറുന്നതും. അവിടെയാണ് ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗ് തീർത്തും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നതും. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോഴത്തെ പോയിൻ്റ് പട്ടിക എങ്ങനെയാണ്. 6 പോയിൻറ്റുകളിലെ ടീമുകൾ ഡോട്ട്മുണ്ടും ബ്രസ്റ്റും ബെൻഫിക്കയും ലെവർക്യൂസനും ലിവർപൂളും ആസ്റ്റൺ വില്ലയും യുവൻറ്റസുമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗോൾ മേളത്തിന് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. +9 ഗോൾ ഡിഫറൻസുമായിട്ട് ബൊറൂസിയ ഡോട്ട്മുണ്ട് ഒന്നാമത് നിൽക്കുമ്പോൾ +5 ഗോൾ ഡിഫറൻസാണ് ബ്രസ്റ്റിനും ബെൻഫിക്കും ലെവർക്യൂസനും ഉള്ളത്. അവർ 2, 3, 4 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. +4 ഗോൾ ഡിഫറൻസാണ് ലിവർപൂളിനും ആസ്റ്റൺ വില്ലക്കും ഉള്ളത്. അവർ 5, 6 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. +3 ഗോൾ ഡിഫറൻസുമായിട്ട് യുവൻറ്റസ് 7ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇനി നോക്കുക, 4 പോയിൻറ്റുകളുമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി, ഇൻ്റർ മിലാൻ, സ്പാർട്ട പ്രാഹ, അറ്റലാന്റ, സ്പോർട്ടിങ്, ആഴ്സണൽ, മൊണോക്കോ ടീമുകളാണുള്ളത്. ഇവരിപ്പോൾ യഥാക്രമം 8, 9, 10, 11, 12, 13, 14 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. ബയൺ മ്യൂണിക്ക് വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആയിട്ട് കാണുന്ന ടീമാണ്. അവർക്ക് ആസ്റ്റൺ വില്ല പണി കൊടുത്തപ്പോൾ 2 കളികളിൽ ഒറ്റ വിജയം, 3 പോയിൻറ്റ്, 15ാം സ്ഥാനത്ത്. FC ബാഴ്സലോണ ലാലീഗയിൽ മിന്നും പ്രകടനം നടത്തിയ ടീമാണ്. അവർക്ക് ആദ്യ റൗണ്ടിൽ മൊണോക്കോ കൊടുത്ത പണിയിൽ നിന്ന് ഇനിയും രക്ഷപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ അവർ 16ാം സ്ഥാനത്ത്, 2 കളി 3 പോയിൻറ്റ്. ലില്ലി OSC റയൽ മാഡ്രിഡിന് പണി കൊടുത്തപ്പോൾ റയലിന് 2 കളി 3 പോയിൻറ്റ്, 17ാം സ്ഥാനത്ത്. അവർക്ക് പണി കൊടുത്ത ലില്ലിക്ക് ആദ്യ കളിയിൽ പണി കിട്ടിയത് കൊണ്ട് അവർക്ക് 3 പോയിൻറ്റേ ഉള്ളൂ. അവർ 18ാം സ്ഥാനത്ത്. PSG ആഴ്സണൽ തോൽപ്പിച്ചു, ഡംബലെയൊക്കെ പുറത്തിരുത്തി വന്നതാണ്. അപ്പോൾ 19ാം സ്ഥാനത്താണ് PSG നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. AC മിലാൻ 32ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന കാര്യം അറിയുക. അത്ലറ്റിക്കോ മാഡ്രിഡ് 23ാം സ്ഥാനത്താണുള്ളത്. സോ സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് നമ്മുടെ മുന്നിലുള്ളത്. വമ്പന്മാർക്ക് അടിപതറുന്നു,
വരും മത്സരങ്ങളിൽ എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.